ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ സ്നേഹം നിറഞ്ഞിരിക്കുന്നവരെ, വിശാല ഹൃദയമുള്ളവർക്ക് മറ്റു മനുഷ്യരുടെ ആവശ്യങ്ങളെയും വേദനകളെയും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഭൂമിയിൽ നല്ല മനുഷ്യനായി ജീവിക്കാൻ ഈ മനസ്സിലാക്കൽ ആവശ്യവുമാണ്. നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് സമാധാനവും ആശ്വാസവും ഉണ്ടാകണം. ഈ രീതിയിൽ വിശുദ്ധിയിൽ ജീവിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ ഈ സമൂഹത്തിൽ ഉണ്ട്. ഫാദർ പീറ്റർ കൊച്ചാലിങ്കൽ CMAയുടെ കെടാവിളക്കിൻ്റെ കാവൽക്കാർ എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നൊരു സാക്ഷ്യമുണ്ട്. ബാംഗ്ലൂരിലെ ഒരു പ്രൈവറ്റ് ആശുപത്രിയിലെ നേഴ്സാണ് ദിയ ഡോണ എന്ന പെൺകുട്ടി. രോഗികളോട് അസാധാരണമായ കാരുണ്യവും സ്നേഹവും കാണിക്കുന്ന മാലാഖമാരെ പോലെയുള്ള ധാരാളം നേഴ്സുമാർ നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെയുള്ളൊരു നേഴ്സാണ് ഡോണ. ഒരിക്കൽ സ്റ്റീവൻ ജോൺസൺസ് സിൻഡ്രം എന്നൊരു രോഗം പിടിപെട്ടൊരു യുവാവ് അവരുടെ ആശുപത്രിയിൽ അഡ്മിറ്റായി. സഹിക്കാനാവാത്ത വേദനയാണ് അസുഖത്തിന്. ശരീരത്തിലെ തൊലി പൊളിഞ്ഞു പോകുന്ന രോഗം. ശരീരത്തിൽ എവിടെ തൊട്ടാലും തൊലി അടർന്നു പോകും. ഭയാനകമായി അസുഖമുള്ള ആളുകളുടെ അടുക്കലെത്താൻ പല ഡോക്ടർമാർക്ക് പോലും ഭയമാണത്രേ. പിന്നെ നേഴ്സുമാരുടെ കാര്യം പറയാനുണ്ടോ? ഇങ്ങനൊരവസ്ഥയിലാണ് ഡോണ ഈ രോഗിയുടെ അടുത്തെത്തിയത്. അസഹനീയമായ ദുർഗന്ധമാണ്. എങ്കിലും ആ രോഗിയെ നോക്കി അവർ ചിരിച്ചു. വേദനക്കിടയിലും ആ ചെറുപ്പക്കാരനും തിരിച്ച് ചിരിച്ചു. സിസ്റ്ററിന് അടുത്തു വരാൻ പേടിയില്ലേ എന്നവൻ ചോദിച്ചു. പേടിയില്ല എന്ന് ഡോണ പറഞ്ഞു. ആദ്യമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഒരാൾ ആ മനുഷ്യനോട് ഇങ്ങനെ പറയുന്നത്. ഡോണ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, സാരമില്ല, എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം, ഞാൻ ഉടൻ തന്നെ വരാം. തൂങ്ങിക്കിടക്കുന്ന തൊലി രോഗി തന്നെ പറിച്ചു കളയുന്നത് കണ്ട് ഡോണ സഹായത്തിനെത്തി. അയാൾ വിസമ്മതിച്ചെങ്കിലും അവൾ അറപ്പുകൂടാതെ തൊലിയെല്ലാം നീക്കി വാത്സല്യത്തോടെ ശുശ്രൂഷിച്ചു. സഹായിക്കാൻ ഡോണയുടെ 2-3 കൂട്ടുകാരികളും കൂടി. തന്നോട് വെറുപ്പ് തോന്നുന്നില്ലേ എന്ന് ആ മനുഷ്യൻ ഇടയ്ക്കിടയ്ക്ക് ഡോണയോടും കൂട്ടരോടും ചോദിച്ചുകൊണ്ടേയിരുന്നു. അവർ മറുപടി പറഞ്ഞു, ഒരിക്കലുമില്ല, കാരണം താങ്കൾ ക്രിസ്തുവിൽ ഞങ്ങളുടെ സഹോദരനാണ്. ഞങ്ങൾ താങ്കളെ സ്നേഹിക്കുന്നു, എപ്പോഴും താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ മനുഷ്യൻ്റെ മുഖത്ത് എന്തെന്നില്ലാത്തൊരു പ്രകാശം ഉണ്ടായി. പിന്നീടുള്ള സമയങ്ങളിൽ ആ മനുഷ്യൻ്റെ മുഖത്ത് നിന്ന് ആ പ്രകാശവും പുഞ്ചിരിയും മാഞ്ഞില്ല. പിറ്റേന്ന് പ്രഭാതത്തിൽ ആ മനുഷ്യൻ മരിച്ചു. ആ സമയത്തും ഡോണയുടെയും കൂട്ടുകാരുടെയും സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അവർ കരഞ്ഞത്രേ ആ മനുഷ്യനെ ഓർത്ത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നല്ല മനുഷ്യരുടെ പുണ്യജീവിതമാണ് ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളം. സഹജീവികൾക്ക് വേണ്ടി പൊഴിക്കാൻ നമുക്കൊരു തുള്ളി കണ്ണുനീരുണ്ടാകണം. അത് വിശുദ്ധിയുടെ അടയാളമാണ്. ഒരു ക്രിസ്ത്യാനി, ഒരു ദൈവവൈതൽ എന്ന നല്ല നിലയിൽ നമ്മളെല്ലാവരും സ്നേഹത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും തുരുത്തുകളായി മാറണം. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം നേരുന്നു. സ്നേഹപൂർവ്വം ടിജു വർഗീസ് അച്ഛൻ.